ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി സിമ്പിൾ സ്നാക്സ് ആട്ടോ. ഇതുവരെയായിട്ട് നമ്മൾ പൊരിച്ചത് മാത്രമല്ല ഉണ്ടാക്കിയിട്ടോളൂ. ഇനി നമുക്ക് ആവിയിൽ വേവിച്ച നല്ലൊരു പലഹാരം ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നും ഇതിലേക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ചെറിയ പാത്രം മൈദ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ലൈറ്റ് ചൂടുവെള്ളത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കണം. നല്ല ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പരുവത്തിൽ നമുക്ക് നല്ല മയത്തിലൊന്ന് ഇതൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ നല്ല മയത്തിൽ നമ്മൾ കുഴച്ചെടുത്തുകണേ. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഇതേപോലെ തന്നെ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കുക. അതൊന്ന് സോഫ്റ്റായി കിട്ടാനും വേണ്ടി മാത്രമാണ്. അപ്പോൾ ഒരു 15 മിനിറ്റ് അവിടെ മൂടി കിടക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിലേക്കൊരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണം. ഇനി അതിലേക്ക് ചെറിയൊരു കുഞ്ഞിക്കയിൽ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അത് നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി നമുക്ക് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചൂടായ എണ്ണയിൽ കടന്നു കാണാൻ വെളുത്തുള്ളി ഒന്ന് മുരിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞ 2 സവാള ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല കുനുകുനേന അരിഞ്ഞ് 2 സവാള നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഒറ്റ ക്യാരറ്റ് ഞാൻ അതുപോലെ തന്നെ അരിഞ്ഞെടുത്തിങ്ങനെ, അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് പെട്ടെന്ന് സവാള ഒന്ന് വഴന്നിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ചേർക്കൂലേ, അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴേക്കും നമുക്ക് ഉപ്പും കുരുമുളകും പൊടിയും ചേർത്താണ് കുറച്ച് ചിക്കൻ വേവിച്ചെടുത്തിട്ട് അത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നല്ലോണം ഒന്ന് വഴന്ന് വന്നിട്ട് അതിലേക്ക് നമുക്ക് ഉപ്പും കുരുമുളകും പൊടിയും ചേർത്ത് വേവിച്ച് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത ചിക്കൻ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് എരിവിന് പാകത്തിന് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനിൽ കുറച്ച് കുരുമുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള കുരുമുളക് പൊടി നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇടയ്ക്ക് പാകത്തിന് നമുക്ക് എന്നിട്ടോ പിന്നെ മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഇത് ഇളക്കി കൊടുത്താൽ മസാലയും ആ ചിക്കനും ആ ഉള്ളിയൊക്കെ ഒരുമിച്ചാണ് രീതിയിൽ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ചൈനയിൽ നിന്ന് കിട്ടിയൊരു ഡിഷാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ, ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മസാലയൊക്കെ ഒന്ന് ഒരുമിച്ച് കൂട്ടിയിക്കണേ. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച മാവ് നല്ലൊന്ന് സോഫ്റ്റ് ആയിക്കണേ. ഇനി അതിൽ നിന്ന് ഇതുപോലെ തന്നെ ചെറിയ ഉരുളാക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ചെറിയ ഉരുളാക്കിക്കണേ. നമുക്ക് പൊടിയൊന്നും ഇടണ്ട, കല്ലിൽ ഇതേപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് നല്ല നൈസാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കല്ലിലൊന്നും ഒട്ടൂല, നല്ല മയത്തിൽ നമ്മൾ കുഴച്ചെടുത്തോണം. പാകത്തിൽ വെള്ളത്തിൽ കുഴച്ചെടുത്തോണ്ട് തന്നെ നമ്മൾ കല്ലിലൊന്നും ഒട്ടൂല. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് നല്ല നൈസായിട്ട് നമ്മളൊന്ന് പരത്തിയെടുത്തേക്കണേ. ഇനി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ കൂട്ടൊന്ന് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ പല മോഡലും ഇത് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഏത് മോഡലാണ് ഉണ്ടാക്കാൻ എളുപ്പം അതിൻ്റെ മോഡൽ ഇതൊന്നും ഉണ്ടാക്കാം. ഞാനൊരു പുതിയ മോഡൽ ഉണ്ടാക്കി പഠിച്ചിരിക്കണം, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എത്രത്തോളം ശരിയാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്ത് കേട്ടോ. അപ്പോൾ ആദ്യം ഇതിവിടെ നിന്ന് പിടിക്കുക, എന്നിട്ട് മെല്ലെ മേപ്പോട്ടൊന്ന് ആക്കുക, എന്നിട്ട് ഒന്നുകൂടി പിടിക്കുക, എന്നിട്ട് പിന്നെ ഒന്ന് മേപ്പോട്ടാക്കുക, പിന്നെ ഒന്നും ഇങ്ങനെ പിടിക്കുക. അങ്ങനെ ഫുള്ളായിട്ട് പിടിച്ചെടുക്കുകയാണ് ഇതൊന്ന് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം സക്സസ് ആയി എന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ കണ്ടിട്ട് പറഞ്ഞാൽ എത്രത്തോളം നന്നായിക്കണേ. ഇല്ലെങ്കിൽ ഞങ്ങൾ എത്ര എളുപ്പമുള്ളതാണോ അത്ര എളുപ്പത്തിലുള്ള മോഡലൊന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്ന് ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്തിക്കണേ. ഇനി നമുക്ക് വേറൊരു മോഡൽ ഇതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് മോഡലാണ് ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ല നിങ്ങൾ ഇതൊരു മോഡലായിക്കണേ. ഇനി നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും വേറെ മോഡലാണ്, അതെല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് ചെയ്തെടുക്കട്ടെ. അപ്പോൾ അത് ഇതേപോലെ തന്നെ ഒരു പത്തിരി നല്ലോണം ഒന്ന് നൈസായിട്ട് പെരത്തുക. എന്നിട്ട് അത് കയ്യിലെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ കൂട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാരിക്കൊക്കെ നെറിയെടുക്കുമല്ലോ, അതുപോലെ തന്നെ നമുക്ക് ഈ മാവ് ഇതേപോലെ തന്നെ ഒന്ന് നെറിയെടുത്തുകാണ്ട് പിടിക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് നെറിയെടുത്തുകാണ്ട് നമുക്ക് സുന്ദരം ഇതേപോലെ തന്നെ ഒന്ന് പിടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് എല്ലാതും ഒരുമിച്ച് ഇതേപോലെ തന്നെ ഒന്ന് കൂട്ടിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് അതേപോലെ തന്നെ നെട്ടി ഇതേപോലെ തന്നെ അമർത്തി കൊടുത്താൽ ഫുൾ അതിൻ്റെ ഫില്ലിങ് ഇതുപോലെ തന്നെ ബോൾസായി കിട്ടും. ഇതൊരു മോഡൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മോഡലാണ് ഇഷ്ടം അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ നമ്മൾ 2 മോഡലാക്കിയിട്ട് ഇതുപോലെ തന്നെ ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുത്തുക്കണേ. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലിത്തട്ട് അടുപ്പത്ത് വെച്ചിരിക്കണം. നല്ലോണം വെള്ളമൊക്കെ തിളച്ച് വന്നിക്കണേ. ഇനി നമുക്കതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് തമ്മിൽ ഒട്ടൊന്നുമില്ല, നല്ല പാകത്തെ മാവൊക്കെ ആയതുകൊണ്ട് തമ്മിൽ ഒട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇത് അടുപ്പിച്ച് തന്നെ വെക്കുക. ഇതിൽ കൊള്ളൂല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ലോണം ഒന്ന് വെന്ത് കിട്ടി കേട്ടോ. നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടി. നൈസായിട്ടുള്ള തൊലി ആയതുകൊണ്ട് നല്ല രസം ഉണ്ടാവും ഇത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ടൊരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നല്ല രസമുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ഇനിയും വരട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.